ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ രാത്രി വാച്ചും രൂപയും മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുത്തനെ പിടികിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കും. നമ്മുടെ സ്ഥിരം ലിസ്റ്റിൽ പെട്ടതാ. വാച്ച് പരം. വാച്ചും രൂപയും മോഷ്ടിക്കുന്നത് അവന്റെ പ്രധാന ഹോബി. ശരി സർ. ഏതായാലും ഞാൻ അവനെ ഒന്നും കൂടെ ചോദ്യം ചെയ്ത് നോക്കാം. യെസ് സർ. ഓക്കെ. എഴുന്നേക്കടാ. അമ്മച്ചിയാണോ? ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തിട്ടില്ല അല്ലേ? ജോർജ് സാർ. ഇവിടെ നീങ്ങിക്കടാ. നീയാണോടാ ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി വാച്ചിന്റെ രൂപയും മോഷ്ടിച്ചത്? ഇല്ല സാർ, സാറാണ് സത്യം. ഇല്ല സാർ, എനിക്കെന്തിനാ സാർ വാച്ച്? എനിക്കെന്തിനാ സാർ രൂപ? ഞാൻ വെറും ഒരു പാമരനാം പാന്തൻ. ഇവനെ ശരിക്ക് ചോദ്യം ചെയ്തില്ലേ? ഇവനെ ഞങ്ങൾ ശരിക്ക് പെരുമാറിയത് സാർ. എന്നിട്ട് ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ, നീ സത്യം പറയില്ലടാ. അയ്യോ, അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സാർ. ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും. ഈ ലോകം തന്നെ സത്യമല്ല, മിഥ്യയാണ് സാർ. നിന്നെ എത്ര വലിയാണ് നീ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്റ്റൂൾ ഇങ്ങനെ എടുത്തു വയ്ക്കുക. ഇതെന്തിനാ സാർ? എനിക്ക് വേണ്ട സാറിന്റെ മുമ്പിൽ ഞാൻ എന്നല്ല. കിട്ടിയോ ജോർജ്? കിട്ടി. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ 30 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. അയ്യോ, റമ്മോ? കുടിക്ക. വേണ്ട സാർ, ഇനിയും എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. ഈ റം എനിക്ക് തരരുത്. ഇവൻ അകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും. തൊടാൻ കുറച്ച് അച്ചാറ് കിട്ടുമോ? നിന്റെ അച്ചാർ ബാക്കിയോട് കുടിക്കണം. എടാ, നീയാണോ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്? സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന്? പിന്നല്ലാതെ. ജയിൽ സൂപ്രണ്ട് എന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് അതേടാ, കേറി പഠിക്കാൻ പറ്റിയ സ്ഥലം. എങ്ങനെയാ നീ വീട്ടിൽ കയറിയത്? പറയാം. ആദ്യം ഞാൻ ടെറസിൽ കയറി. അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രണ്ട് സാറിന്റെ മുറി ഇറങ്ങി. എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു. പിന്നെ പേഴ്സ് എടുത്തു. അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു. കൊച്ചമ്മയുടെ പേഴ്സ് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരുമ്പോ വേറെ ഒന്നും എടുക്കത്തില്ല. വാച്ച് എനിക്കൊരു ക്രൈസാ, പേഴ്സ് എനിക്കൊരു ഹോബി. നിന്റെ ഒരു ക്രൈസും ഹോബി ഒന്ന് ചുമ്മാ എഴുതി സാറേ. പിന്നെ സാറേ, ഈ സൂപ്രണ്ട് സാർ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളന്മാരും വന്ന് വിലപിടിപ്പുള്ള സ്വർണമോ മറ്റോ എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും? പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല. നീ അവിടെ നിർത്ത സാധനങ്ങളൊക്കെ എവിടെയാ? സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിന്നോടാ ചോദിച്ചത്. അത് പറയണമെങ്കിൽ ഊതാതെ അക്കാര്യം പറയണമെങ്കിൽ എനിക്കൊരു ഹാഫും കൂടെ മേടിക്കുക. ബോഡി വളരെ വീക്കാണ്. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്രണ്ടിനോട് പറയാം. വരും, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. എടി, ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രിയിൽ പോയുള്ള ചികിത്സ. എടി മതി, നിർത്ത്. എടി, നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം.
ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം. എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഹിന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരാണ് വീട്ടിൽ അവിടെ കിടക്കുന്നത്? നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. ഭാര്യ വിട്ടാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ വരാം. ഹിന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ് ഇപ്പൊ വരാന്നേ. ആ നീ പോട്ടോ, ഞാൻ ഇവിടെ ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി, ദേവിനെ ആരെ കാണാൻ വന്നിരിക്കുന്നു? ആരാ? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തയെടുത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്ര മാസം? 7. എനിക്ക് 5-ാം മാസമാണ്. ഞാൻ പോട്ടെ ശ്രീദേവി. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവുമെന്നറിയോ? വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തീർത്തോടെ. രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവിയേട്ടന് കിട്ടും. അപ്പൊ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ഇന്ദു മായത്തിന് ഇങ്ങോട്ടാ. ഞാൻ പറഞ്ഞതുവല്ലോ രവിയേട്ടൻ ശ്രദ്ധിച്ചോ? എന്ത് ശ്രദ്ധിക്കാൻ? നിനക്ക് ആപ്പടെ ഒരു സബ്ജക്റ്റിലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ചാ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അബദ്ധമായി. ആ കുട്ടിയെ കണ്ടാലറിയാം നിരപരാധിയാണെന്ന്. നാളെ ഞാൻ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ചേടാ, ഞാൻ കേസ് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെയല്ലേ എന്റെ ഭാര്യ പോയി കാണുക, കുശലം പറയുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ഏർപ്പാടാണല്ലോ. നിനക്ക് ആ പെണ്ണിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? നീ ഇങ്ങനൊരു പഞ്ചഭാവമായി പോയല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്ന നമ്മുടെ മണിക്കൂട്ടനാ. ഇന്ദു, ഞാൻ ഇറങ്ങുന്നു. ഇന്ന് രവിയേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? ആ, കോടതിയിൽ പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്നെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവും. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യങ്ങളല്ല. സോറി സോറി. ഇന്ന് നേരത്തെ വരില്ല രവിയേട്ട? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂന്നുണ്ടോ? അല്ല, മുത്തശ്ശിയുടെ പിറന്നാളാണെന്ന് മുത്തശ്ശന്റെ ശ്രാദ്ധമാണെന്ന് നോക്കി ഇടയ്ക്കൊക്കെ എന്തുകുട്ടി പറയാറില്ലേ? അതുപോലെ വല്ലതുമാണെന്ന് അറിയാൻ ചോദിച്ചത്. അതൊന്നുമല്ല. വൈകിട്ട് നമുക്കൊന്ന് അമ്പലത്തിലൊന്ന് പോണം. എന്താ പ്രത്യേകിച്ച്? അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം. ഓ, സസ്പെൻസ് ആണല്ലേ. വയലെല്ലാം എടുത്താടോ, പോയി തുപ്പിട്ട് പാടും. ആ ഇന്ദു, ഞാൻ പോയിട്ട് കാറയക്കാം. കല്യാണിയമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അതെ. കല്യാണിമേ, ശാന്തടുത്തി മുറിയിലുണ്ടോ നോക്കിയേ. ഞാനിപ്പോ വരാം.
ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തോട്ടെ? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിയമം. ശരി, കൊടുത്തോളൂ. എന്തിനാ ഇതെല്ലാം? ആപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാൽ മതി. ഞാനിവിടെ സാധാരണ കിടക്കുന്ന ഒരു രോഗിയെ പോലെയല്ല. 7 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണ്. എല്ലാം എനിക്കറിയാം. ആഹാ, ഇന്ദു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? വരൂ, വരട്ടെ. ചേച്ചി, എന്റെ എന്തു പറ്റി? പറയൂ ചേച്ചി. ഇന്ന് രവിയേട്ട എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? കോടതിയിൽ പോകാനുള്ള തിരക്കുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവില്ല. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ പറ്റൂ. എഴുന്നേറ്റ് ചെന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. എത്ര ദിവസമെന്ന് വെച്ചാ എങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേക്ക് രവി.